അപ്പൊ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലിട്ട് കയ്യിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇളക്കുന്നത് കേട്ടോ. നല്ല ഇളക്കുകയാണ്. നല്ല ഇളക്കുകയാണ്. ഇനി നമുക്ക് പഞ്ചസാര ഇടും. എന്നിട്ട് അതിൻ്റെ കൂടെ മറ്റേ സേമിയ ഇടും. എന്നിട്ട് നല്ലോണം ഇളക്കുമ്പോൾ ആവും. ഇത് പാൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലിളക്കി ഇനി പഞ്ചസാര ഇട്ടോ. ഞങ്ങൾ സേമിയ ഇടുകയാണ്. സേമിയ മറ്റേ പൊടിച്ച സേമിയ ഇട്ട് പൊടിച്ചിട്ട് സേമിയ ഇളക്കുന്ന സേമിയ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഇളക്കുകയാണ്. നല്ലോണം ഇളക്കാൻ എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇളക്കാം. പഞ്ചസാര പൊടിച്ചിട്ടാക്കിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. സേമിയ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. സേമിയ മറ്റേ പൊടിച്ചത് പോലത്തെ സേമിയ. ഇപ്പൊ പഞ്ചസാര ഉപ്പിടുകയാണ് ഞങ്ങള്. അങ്ങനെ ഉപ്പിട്ടേനി നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നല്ലോണം മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്ത് കേട്ടോ. മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് മുന്തിരി ഇട്ട് ഇനി പിന്നെ ഇളക്കുക. നമ്മള് മുന്തിരി ഇട്ട് നല്ല ഇളക്കണം. നല്ല ഇളക്കണേ. ഇളക്കിയിട്ട് നല്ലോണം ഇളക്കിക്ക് പായസാവാനായിക്ക്. എന്തിനാണ് ഈ പായസം ഉണ്ടാക്കുന്നത്? ഇന്ന് ബറാത്താണ്. അതുകൊണ്ടാണ് മധുരം ഉണ്ടാക്കണം ബറാത്തിന്. അതുകൊണ്ട് ഞങ്ങൾ സേമിയ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അനിയത്തിക്ക് ടേസ്റ്റ് ഉണ്ടാവും. നോക്കാൻ കേട്ടോ. ഇതാ പായസം കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടോ.